ഈ സിനിമയുടെ പ്രസ് റിലീസ് ആകുമ്പോൾ മുതൽ ഞാൻ ഇതിന്റെ യൂട്യൂബ് എടുത്ത് വിദ്യാർത്ഥികളെ കാണിച്ചു നോക്കി. അപ്പോൾ എന്താണ് അതിന്റെ ട്രെയിലർ ഞാൻ കണ്ടു, ഒരു പ്രാവശ്യം കണ്ടു, 2 പ്രാവശ്യം കണ്ടു, 3 പ്രാവശ്യം കണ്ടു. ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്കപ്പോൾ തോന്നിയത് ഫാമിലിക്കും സ്റ്റുഡൻസിനും പറ്റിയ സിനിമയാണ്, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് മാത്രം പറ്റിയ സിനിമയാണോ? കാരണം അതിൽ കുറെ മനസ്സിലാക്കാൻ പറ്റിയ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ്, ഫാമിലീസിനും സ്റ്റുഡൻസിനും മാത്രമാണ് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് മാത്രം പറ്റിയ സിനിമയാണോ? എല്ലാവർക്കും, അതായത് അച്ഛനമ്മമാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഒപ്പരം ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല എന്റർടൈൻമെന്റ് ആണ്. അത് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെയും പിടിച്ചിരുത്തുന്ന കണ്ടന്റ് ഈ സിനിമയിലുണ്ട്. ഒരിക്കലും നിങ്ങൾക്ക് ഒരു നിരാശയാവത്തില്ല, ടിക്കറ്റ് എടുത്തത് ഒരു നിരാശയാവത്തില്ല. കാരണം 2 മണിക്കൂറും 20 മിനിറ്റും സിനിമയുണ്ട്, ഫുള്ളി എൻഗേജിങ് ആണ്. ഇറ്റ്സ് വെരി ഗുഡ് മൂവി. ഒരു പൊളി സാധനമാണ് അത്. നമ്മൾ കൂടുതൽ അതിനെ കുറിച്ച് പറയുന്നില്ല. നമ്മൾ തിയേറ്ററിൽ 2 ദിവസം കൂടെ ഉള്ളൂ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വൈബ് മനസ്സിലാവും, ഇതിനകത്ത് ഒരു സിനിമ ആയിരുന്നു എന്നുള്ളത്. തുടക്കത്തിൽ നമ്മൾ വലിയ ഒരുപാട് സ്ക്രീൻ ചെയ്തില്ലെങ്കിലും ഇത് റിലീസ് കഴിഞ്ഞാൽ കൂടുതൽ സ്ക്രീനിലേക്ക് എത്തുന്നുള്ള 101% നമുക്ക് പെർസെൻറ്റേജ് ഉണ്ട്. നിങ്ങളുടെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള നെൽസൺ സാർ നമ്മോട് പറഞ്ഞു, ഷാം നമുക്കിത് വളരെ കുറച്ച് ശേഷം ഫസ്റ്റ് മതി, പിന്നെ കയറിക്കോളൂ, ചെറിയൊരു തീപ്പരി വേണം, അതില്ല കത്തി കയറിക്കോളൂ. ആ രീതിയിലാണ് ഇതിന്റെ സെറ്റപ്പ്. ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടുത്തില്ല, നല്ല സിനിമയാണ്. ഇറ്റ്സ് വെരി ഗുഡ്. സെൻസറിനെ കുറിച്ച് ഇത് വന്നിട്ടുണ്ടാകും. അപ്പോൾ മലയാളത്തിൽ നമ്മൾ ഒരുപാട് ഇപ്പോൾ സിനിമകളുടെ സെൻസറിങ്ങിനെ വെച്ച് കാണുന്നു. കാരണം ഒരുപാട് പോരാട്ടങ്ങൾ നടക്കുന്നു, ഒരുപാട് കോടതികൾ വരെ കയറി ഇറങ്ങി വരുന്നുണ്ട്. മലയാളത്തിൽ പോരാട്ടമില്ല, ഇല്ല ഇപ്പൊ ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പോരാട്ടം നടത്തുന്നത് വിജയുടെ മാത്രമേ ഉള്ളൂ. അത് സൗത്ത് ഇന്ത്യ ഫുള്ളായിട്ട് പോകും. പക്ഷെ മലയാളത്തിൽ പല സിനിമകളും സെൻസറിങ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇപ്പോൾ ഇപ്പോൾ നമ്മളൊരു സിനിമ വരുവാണെങ്കിൽ സെൻസറിങ് എന്ന് പറയുമ്പോൾ വലിയൊരു കടമ്പയായിട്ട് കാണുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. പിന്നെ ഒരു സിനിമകളിൽ ഇത്ര നിയന്ത്രണങ്ങൾ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് സിനിമയിൽ. മൊത്തത്തിൽ എല്ലാവർക്കും പ്രശ്നമാണ്. കാരണം ഒരു സിനിമ നിർമ്മിക്കുക, അത് റിലീസ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്ന സമയത്ത് ഇതുപോലെ സ്ട്രഗിൾ വരുമ്പോൾ അത് എല്ലാവർക്കും പ്രോബ്ലമാണ്. സോഷ്യൽ മീഡിയയിൽ നമുക്ക് പണി ഉണ്ടാവില്ല. അങ്ങനെ നമ്മളൊരു സിനിമ പ്ലാൻ ചെയ്യും, ഒരു സിനിമ പ്ലാൻ ചെയ്ത് റിലീസ് എല്ലാം പ്ലാൻ ചെയ്യുമ്പോൾ അതിന് സെൻസർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ സെൻസർ ഓഫീസർ ലീവാണ്. അങ്ങനെ പല 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 പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ പിന്നെ അർജന്റ് സെൻസർ എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട്. കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ മെയിനായിട്ട് മലയാള ഇൻഡസ്ട്രിയിൽ ഇപ്പൊ കുറവാണ്, തമിഴ് ഇൻഡസ്ട്രിയിൽ വളരെ കൂടുതലാണ്. നമ്മുടെ സിനിമയിൽ അങ്ങനെ ഓവർ വയലൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ ഇതിൽ 1-2 ചില സീക്വൻസുകൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. നിലവിൽ നമ്മൾ എല്ലാം സെറ്റാണ്, എല്ലാം കംപ്ലീറ്റ്. നമ്മൾ എല്ലാത്തിലും പടം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പടം ഗോ ഫോർ റിലീസ് റെഡിയാണ്. If I ask the same question to the director, what will you answer? Nowadays, censoring is becoming a great barrier to filmmakers, and they are cutting the creativity of a director, and it's putting a barrier to an art form. So, what do you think about the censoring nowadays? You don't have any godfather or anything like that. You came to film alone, and you have started your journey. So now, what are the good qualities of a good hero or an actor? Good heroes. Well, actually nowadays there has been a very wrong conception, I believe. Good hero only time pass panna. So nowadays there has been as an actor, what are the good qualities of an actor? There's been a very wrong conception nowadays, believing that filmmaking is just about heroism and mass entry and 2 item songs and punch dialogues. But I come from a theatre background where I put in a lot of hard work. We read the script and we undergo a lot of other processes. So I believe that an actor is not just somebody who performs on screen. He has to put in a lot of hard work, homework, and prepare himself. A lot of them these days, they think, people who don't fit into other jobs, they can just come in and fit into the film industry. So this hurts me a little bit because I know how much I'm putting into the film industry. I'm putting so much hard work, energy, effort. So yeah, that's a continuous process. You keep learning as you keep doing more films. With the parent support, bank balance.
So when we see Kannada films, we are seeing Yash or Subhendra sir. They are all well-maintained physics or extra. So when we see, we assume that if we are how to survive in Kannada film, we have to have a good-looking face or good physics. So do you have any concerns like that? I don't feel because you all know about Rajbi Shetty sir. He's big example. He don't have physics and looking wise, I won't talk. You only know, but